Hi friends, welcome to Moments with Tanushree. We are going to beach. ഇതൊരു അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പ് സ്റ്റോറിയാണ്. അതും ഒരു 2 ദിവസത്തെ. വേറെങ്ങോട്ടുമല്ല, തൊട്ടടുത്തുള്ള ആലപ്പുഴയ്ക്കാണ് കേട്ടോ. ഇങ്ങനെ കുറേ റീൽസിലും മൂവീസിലും എല്ലാം ആലപ്പുഴയും ആലപ്പുഴയുടെ ഭംഗിയും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കള്ള് ഷാപ്പൊക്കെ എങ്ങനെയാണെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞങ്ങളുടെ ഈ പോക്ക്. ഡേ 1 ആലപ്പുഴയിൽ എങ്ങനെയാണ് ചിലവഴിച്ചതെന്ന് കണ്ടാലോ. എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് മോർണിംഗ് 7:50ക്കും 8:30ക്കും ഉള്ളിൽ ട്രെയിൻസ് അവൈലബിൾ ആണ് കേട്ടോ. ടിക്കറ്റ് ചാർജ് വെറും 50 രൂപ മാത്രമാണ്. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് അവിടെ എത്താവുന്നതാണ്. അവിടെ എത്തിയിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് റൂമെല്ലാം ബുക്ക് ചെയ്തത് തലൂസം തന്നെയായിരുന്നു. അത് ബുക്ക് ചെയ്തത് അഗോഡ ആപ്പ് വഴിയായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 1000 രൂപയുടെ ഉള്ളിൽ കിട്ടും കേട്ടോ. ഫുഡെല്ലാം നമ്മുടെ പ്രിഫറൻസ് ആണല്ലോ. കാരണം ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് കിട്ടും, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് കിട്ടും. എല്ലാം നമ്മുടെ ചോയ്സിനനുസരിച്ചായിരിക്കും കേട്ടോ. ആലപ്പുഴയിലോട്ട് പോകുമ്പോൾ തന്നെ ഒരു 3-4 കിലോമീറ്ററിനുള്ളിൽ തന്നെ നിങ്ങൾ റിസോർട്ട് ആയാലും റൂംസ് ആയാലും അവൈലബിൾ ഉണ്ടോ എന്ന് നോക്കണം. കാരണം ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3-4 കിലോമീറ്ററിനുള്ളിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ സൈറ്റ് സീയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബുക്ക് ചെയ്ത വില്ല എന്ന് പറയുന്നത് റിതു ബീച്ച് റിസോർട്ടാണ് കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, കാരണം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു 1000 രൂപയുടെ ഉള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂംസ് അവൈലബിൾ ആണ്. എല്ലാം കൊണ്ടും ഒരു അടിപൊളി വില്ലയായിരുന്നു. വെൽക്കം ടു മൊമെന്റ്സ് വിത്ത് തനുശ്രീ. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ 2 ഡേയ്സ് ഹോളിഡേ കിട്ടിയ കാരണം ഇവിടേക്ക് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ 2 ഡേയ്സ് എങ്ങനെയാണ് ഇവിടെ സ്പെൻഡ് ചെയ്തതെന്നൊക്കെയുള്ള വ്ളോഗാണ് ഇതിലുണ്ടാവുക. ഒന്ന് കണ്ടിട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. ഫസ്റ്റ് ഡേ ഞങ്ങൾ പ്ലാൻ ചെയ്തത് സൈറ്റ് സീയിങ് ആയിരുന്നു. സൈറ്റ് സീയിങ് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 3-4 സൈറ്റെങ്കിലും കവർ ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. നമ്മുടെ ഈ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പൈൻ ബീച്ച്. അതും വാക്കബിൾ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ ഈ ബീച്ചുണ്ട്. അത് കാണാനും അടിപൊളിയായിരുന്നു. ഒരാഴ്ചയിൽ 5 ദിവസം വർക്കിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ബാക്കി 2 ദിവസം എന്തുകൊണ്ട് നമുക്കിങ്ങനെ പ്ലാൻ ചെയ്തുവിടാം ട്രിപ്പെല്ലാം. ഒരു 5 മിനിറ്റിൽ നമുക്ക് ആ പൈൻ ബീച്ചിലേക്ക് റീച്ച് ആവാൻ പറ്റിട്ടോ. ഇനി കുറച്ച് അവിടുത്തെ കാഴ്ചകളായാലോ. കൊള്ളാട്ടോ, ഇവിടെ മരങ്ങളൊക്കെ കൊള്ളാം. സൈലന്റ് ആണ്, വലിയ തിരക്കൊന്നുമില്ല. സൗണ്ട് കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഇതില് കണ്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട്, റിതു ബീച്ച് റിസോർട്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ഒരു ഗ്രീനി എഫക്റ്റ് ആയ പോലെ, ഫുൾ ഒരു നാടൻ വീട് പോലെ ഉണ്ടല്ലേ. ആലപ്പുഴ റീച്ച് ആയത് ഒരു 11:30ക്കാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അവിടെ നമ്മുടെ റിസോർട്ടിലെത്തി. അവിടെ നിന്ന് കുറച്ച് നേരം ബീച്ചിലോട്ട് പോയി കളിച്ചു, ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ ഓൾറെഡി ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ ബീച്ചിൽ പോയി ടൈം സ്പെൻഡ് ചെയ്തത്. എങ്ങനെ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നിയർ ബൈ ആയിട്ടുള്ള ഹോട്ടൽസിൻ്റെ മെനു കാർഡ്സ് ഉണ്ടാവും. അതുവഴി നമുക്ക് ഫുഡെല്ലാം ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തിയ ഉടനെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു.
നമ്മൾ പറഞ്ഞത് മീൽസും അതുപോലെ തന്നെ ഒരു പ്രോൺ ബിരിയാണി, പിന്നെ 2 മീൻ പൊള്ളിച്ചത്, അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ. മീനാണല്ലോ മസ്റ്റ് ഇവിടെ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നതുകൊണ്ട് 2 ലോട്ടോ ആണ് കേട്ടോ ബുക്ക് ചെയ്തിരുന്നത്. പെർ ഹവേഴ്സിന് 300 വെച്ചിട്ട് ഈച്ച് പേഴ്സണ്. അത് കുറച്ച് അധികമായിരുന്നെന്ന് തോന്നി. പിന്നെ നമ്മളിതിൽ ഒരു 4 പ്ലേസ് കവർ ചെയ്യും. 1 കയർ മ്യൂസിയം, 2 ലൈറ്റ് ഹൗസ്, 3 രവി കരുണാകരൻ മ്യൂസിയം, പിന്നെ ലാസ്റ്റാണ് ആലപ്പി ബീച്ച്. നമ്മളീ പോണ വഴിയിലൊക്കെ ആലപ്പി ബീച്ച് കാണാം കേട്ടോ. ഫസ്റ്റ് എത്തിയത് കയർ മ്യൂസിയം ആയിരുന്നു. അവിടെ പേഴ്സൺ ടിക്കറ്റ് ചാർജ് കൂടാതെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണോ ആയാലും ക്യാമറ ആയാലും അതിനായിട്ടുള്ള പൈസ, അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിക്ക് ആയിട്ടുള്ള പൈസ ഓൾറെഡി നമ്മൾ കൊടുക്കണം. അതൊരു 50-100 വെച്ചിട്ടാണ് അവർ മേടിക്കണം. കേരളത്തിലെ ചെറു പാരീസ് എന്ന് വിളിക്കണത് ഏത് ജില്ലയെന്നറിയോ? ആലപ്പുഴയാണ് കേട്ടോ. രസകരമായ സ്ഥലമാണ് കേട്ടോ ആലപ്പുഴ. എല്ലാവർക്കും അറിയണ കാര്യമെന്നൊക്കെ തന്നെ അറിയാം. പഴയ കാലത്ത് ആലപ്പുഴയായിരുന്നു കയർ ബിസിനസ്സിന്റെ തലസ്ഥാനം. നാളികേരത്തിന്റെ തൊലിയിൽ നിന്നുള്ള ഒരു കയറ്, അതുകൊണ്ട് പായ, ചവറ, കയറുകൾ, അനേകം തരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലോകം മുഴുവൻ കേരളത്തെ അറിയിച്ചത് ഇതേ കയർ തന്നെ. 1859 ബ്രിട്ടീഷുകാരാണ് ആലപ്പുഴയിൽ ആദ്യമായിട്ട് കയറ് ഫാക്ടറി തുടങ്ങിയത്. ഈ മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നത് തന്നെ മുഴുവൻ ചരിത്രമാണ് കേട്ടോ. അകത്ത് കടന്നാൽ തന്നെ പഴയ യന്ത്രങ്ങളായാലും കയറ് നെയ്യാനുള്ള ഉപകരണങ്ങൾ, കയർ തുമ്പുകൾ കൊണ്ട് ഉണ്ടാക്കിയ മനോഹരമായിട്ടുള്ള ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ കാണാം. പണ്ട് എങ്ങനെയാണോ കയർ ഉൽപ്പാദിപ്പിച്ചിരിക്കണേ, ഇപ്പോൾ എങ്ങനെയാണോ ഉൽപ്പാദിപ്പിക്കണേ എന്നുള്ള ഫുൾ ഹിസ്റ്ററിയാണ് കേട്ടോ ഈ മ്യൂസിയത്തിൽ അവർ പ്രദർശിപ്പിക്കുന്നത് നമുക്കായിട്ട്. 1859 ജെയിംസ് ഡാരൈൻ ഹെൻറി സ്മെയിലും ആദ്യമായിട്ട് ആലപ്പുഴയിൽ വന്ന് കയർ കമ്പനി കയർ ഉൽപ്പാദനം തുടങ്ങുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത് രവി കരുണാകരൻ മ്യൂസിയത്തിലോട്ടാണ്. പക്ഷെ അവിടെ കയറാനായിട്ട് പെർ ഹെഡ് 300 ആണ്. ഫോൺസ്, ക്യാമറ ഒന്നും അലൗഡ് അല്ല അവിടെ. നെക്സ്റ്റ് നമ്മൾ പോയത് ആലപ്പുഴ ലൈറ്റ് ഹൗസിലേക്കാണ് കേട്ടോ. പെർ ഹെഡ് 20 വെച്ചിട്ടാണ് അവിടെ. പ്ലസ് ഫോണിനായാലും ക്യാമറയ്ക്കായാലും 10 രൂപ വെച്ച് ചാർജ് വരണം. അതുപോലെ തന്നെ ലൈറ്റ് ഹൗസ് ക്ലോസിംഗ് ടൈം 5 PM ആണ് കേട്ടോ. ലൈറ്റ് ഹൗസ് എല്ലാം കാണുന്നത് പോർട്ട് സിറ്റീസിലാണ്. 30 മീറ്റർ ടോളായിട്ടുള്ള ഈ ലൈറ്റ് ഹൗസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് 1862 കേട്ടോ. സൗത്ത് വെസ്റ്റ് കോസ്റ്റിൽ ഒരു പഴയൊരു ലൈറ്റ് ഹൗസ് ആണിത്. ഒരു പ്രശ്നമുണ്ടായി, കാരണം എൻ്റെ ഫോണിലധികം സ്പേസ് ഉള്ള. സോ ഇതിനകത്ത് സ്പൈറലായിട്ടുള്ള സ്റ്റെയർ കേസ് ഉണ്ടാക്കി ഉപയോഗിച്ചിരിക്കുന്നത് തേക്ക് വുഡ് കൊണ്ട് കേട്ടോ. ഇവിടെ കയറി കിട്ടുന്നുള്ള വ്യൂ ഒരു പനോരമിക് വ്യൂ ആണ് കേട്ടോ.
അതും കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോണത് മുല്ലയ്ക്കൽ സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ പുത്തമ്പള്ളി ആയാലും അതായത് അങ്കമാലി സ്ട്രീറ്റ് ആയാലും അതിൻ്റെ ഒരു അടുത്ത് പോലും വരാത്ത പോലെ എനിക്ക് ഫീലായി പേഴ്സണലി കേട്ടോ. ഞാനും ചേച്ചി എന്നിട്ട് പറയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചൊരു സ്ട്രീറ്റ് അല്ലല്ലോ ഇതെന്നൊക്കെ. ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ മുല്ലയ്ക്കൽ രാജരാജേശ്വരി ടെമ്പിൾ. പക്ഷെ നമ്മളകത്തേക്ക് കയറിയില്ലായിരുന്നു. നമ്മുടെ ലാസ്റ്റ് പ്ലേസിലോട്ടാണ് ഇനി പോണത്, ആലപ്പുഴ ബീച്ച്. അതൊരു അടിപൊളി പ്ലേസ് ആയിരുന്നു. ഓട്ടോ ചേട്ടൻ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് രാത്രി ഒരു 7 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഓട്ടോ ചേട്ടൻ പോയി. ഇതെന്താണെന്നല്ലേ, ഇത് യുദ്ധക്കപ്പലാണ്. ഇതിൻ്റെ മേലോട്ട് കയറാനോ അതുപോലെ തന്നെ തൊടാനോ ഒരു അനുവാദവും നമുക്കില്ല. കൺമണി അവിടെ തന്നെ കളിപ്പാട്ടെല്ലാം മേടിച്ച് സെറ്റായിരുന്നു കടലിലോട്ട് ഇറങ്ങി കളിക്കാൻ. അങ്ങനെ കുറച്ചേരം എന്നല്ല, കുറച്ചധികം നേരം അവിടെ ടൈമെല്ലാം സ്പെൻഡ് ചെയ്ത് റിലാക്സ് ചെയ്ത് തിരിച്ചു പോകാനുള്ള സമയമായിട്ടോ. നമ്മൾ ഫുൾ പ്ലാനിലായിരുന്നു പോയത്. 2 ജോഡി ഡ്രസ്സ്, മാറിയെടുക്കാനുള്ള ഡ്രസ്സ്, വെള്ളത്തിലിറങ്ങാനുള്ളൊരു ഡ്രസ്സ്, അങ്ങനെ ഫുൾ പ്ലാനിലാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ പ്ലാൻ എല്ലാം തെറ്റിപ്പോയി. പിന്നെ ഇതില്ലാണ്ട് പറ്റില്ലല്ലോ ഫുഡ്. ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകതയാണ് കേട്ടോ, വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. കക്ക ഫ്രൈ തുടക്കത്തിൽ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കഴിച്ചിരിക്കുമ്പോൾ ബോറടിച്ചായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ റബ്ബർ പോലെയാണ് പിന്നീട് ചവച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീലിംഗ്. ആലപ്പുഴ ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോകാനുള്ള നേരമായി. പോണ വഴിയിൽ ഞങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചു. നൈറ്റ് എന്തെങ്കിലും വിശന്നാലോ. അതുമാത്രമല്ല, നാളെ രാവിലെ നേരത്തെ എണീറ്റ് പോണത് കൊണ്ടും നാളെ രാവിലത്തേക്ക് കഴിക്കാനായിട്ടുള്ള ഒരു ഫുഡായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് മേടിച്ചു. അപ്പോൾ ആലപ്പി വ്ലോഗ് ഡേ 1 ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ ഡേ പാർട്ട് 2 ഞാൻ വേറെ ഇടാം കേട്ടോ. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഇതെൻ്റെ സ്വന്തം അല്ല, എൻ്റെ ചേച്ചിയുടെയാണ്. കൊള്ളാല്ലേ? അപ്പം ഇന്ന് നല്ല എൻജോയ് ചെയ്തിട്ട് കുറച്ച് ഫോൺ സ്റ്റോറേജ് ഫുള്ളായി. അതുകൊണ്ട് എനിക്കൊരു കുറച്ച് മൂഡഫ് ഉണ്ടായിരുന്നു, കാരണം വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അതർവൈസ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ നൈസ് ഡേ അല്ലേ? അങ്ങനെ അത് എല്ലാം എങ്ങോട്ടൊക്കെ പോയി, എവിടെയൊക്കെ കണ്ട്, എങ്ങനെയൊക്കെ കളിച്ച് ചിരിച്ച് അതെല്ലാം ഈ വീഡിയോയിൽ